ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഗിയർ കാണാനില്ല. ഇതെങ്ങനെ ഇപ്പോൾ വണ്ടി ഓടിക്കാന്നാണ് ആലോചിക്കുന്നത്. ഗിയർ കാണാനില്ല. ഗിയർ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, കാലിലും ഇല്ല, സൈഡിലും ഇല്ല. മെഴ്സിഡീസ് ബെൻസിന്റെ S500 അതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ആദ്യത്തെ ബ്ലോഗാണ് വണ്ടീന്റെ. അപ്പൊ ആദ്യത്തെ ബ്ലോഗ് ഒരു S500 കൊണ്ട് ആക്കാന്ന് വിചാരിച്ചു. എന്താ റൈസേ, എന്താ അഭിപ്രായം? നല്ലല്ലേ? അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് റൈസാണ്. ഇന്ന് നമ്മൾ വണ്ടീന്റെ വീഡിയോ എടുക്കാൻ പോവാണ്. വണ്ടീന്റെ വീഡിയോ എടുക്കുമ്പോൾ നമ്മള് ഫസ്റ്റ് എടുത്ത വണ്ടി S500 ആണ്. വണ്ടിന്റെ ഇന്റീരിയർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ക്ലീൻ ആൻഡ് ക്ലാസ് ആണ് അല്ലെ? റൈസ് ഈ വണ്ടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയുന്നില്ല. നിനക്ക് ഈ വണ്ടി കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. അടിപൊളിയല്ലേ? കൂത്തല്ലേ? അപ്പോ ഈ വണ്ടീന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ബ്ലോഗാണ് വണ്ടീന്റെ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് നോക്കിക്കാൻ. ഭയങ്കര ക്ലാസ് ആയിട്ടാണ് പോയത്. എന്റെ ടയറും റിമും കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ അറിയാം. സൈഡ് വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തത് ഈ വണ്ടിന്റെ. അങ്ങനെ തങ്ങുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സപ്പോർട്ട് വരുന്നത് വണ്ടി ഇതാണ്. നമ്മുടെ അടുത്ത പ്രീമിയം കാർ ഏതാണെന്ന് വെച്ചാൽ ഷെവർലെറ്റിൻ്റെ താഹോ. ഒരു കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലം വണ്ടി. ഇതിന് മുകളിലിരുന്നൊരു ഒരു ആനപ്പുറത്ത് ഇരിക്കണൊക്കെ പോലെ ഭയങ്കര രസമാണ്, കംഫർട്ടാണ് ഈ വണ്ടി. പിന്നെ അത് മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഗിയർ കാണാനില്ല. ഇതെങ്ങനെ ഇപ്പോൾ വണ്ടി ഓടിക്കാന്നാണ് ആലോചിക്കുന്നത്. ഗിയർ കാണാനില്ല. ഗിയർ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, കാലിലും ഇല്ല, സൈഡിലും ഇല്ല. ഗിയർ വരുന്നത് ഇവിടെയാണ്. ജസ്റ്റ് ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫ്രണ്ടിൽ വന്നാൽ പോയി നോക്കിയിട്ട് ന്യൂട്രലാക്കുക, പാർക്കിങ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ പിടിച്ച് വലിക്കലും തിരിക്കലും അങ്ങനെയൊന്നുമില്ല. ക്ലീനാണ് വണ്ടി. പിന്നെ അതിൻ്റെ സ്ക്രീനൊക്കെ വരുന്നത് ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഓൾറെഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓൾറെഡി പാസഞ്ചേഴ്സിന് നമുക്കൊരു 7 നമ്മൾ കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. 7 ഒന്നല്ല, അതിനും കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കുന്നത്. ഞങ്ങൾ ബാഗ് കണ്ടതിന് ഒരു ലോഡ് സ്ഥലമുണ്ട്. അപ്പോൾ വണ്ടി നല്ല പെർഫെക്ഷൻ, നല്ല ക്ലിയറുള്ള വണ്ടിയാണ്. അപ്പോൾ 2023 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറൊക്കെ ഭയങ്കര രസമാണ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്കിൽ റിഫ്ലക്ഷൻ അടിച്ചിട്ട് നമ്മുടെ ഫേസ് തന്നെ അതിൽ കാണും. നമ്മൾ വേറെ മിററൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വണ്ടീൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടീഷനാണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്ന 1,49,000. ഞാൻ ജസ്റ്റ് എക്സ്റ്റീരിയർ കാണിച്ചു തരാം. നല്ല രസമുണ്ട് വണ്ടി. ഒന്ന് നിങ്ങൾ നോക്കി നോക്ക്. ഇതാണ് ഞാൻ എക്സ്റ്റീരിയർ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വന്നാൽ ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഈ എക്സ്റ്റീരിയർ ഇതിൽ നോക്കുമ്പോൾ ഇതിൽ മിററായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ വേറെ മിററൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി മിററുണ്ട്. ടയർ എന്നൊക്കെ പറഞ്ഞാൽ ആന ടയറാണ്. അപ്പോൾ ഒരു കല്ലൻ വണ്ടിയാണ്. ഒരു ഭയങ്കര രസമുള്ള വണ്ടിയാണ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ വേറെ വീഡിയോസൊക്കെ ഉണ്ടാവും ഇതിൻ്റെ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ വണ്ടി യൂസ് ചെയ്തിട്ടില്ല, കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ S500 താഹോയാണ് ഈ ബ്ലോഗിലെ മെയിൻ പ്രീമിയം കാർസായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്രീമിയം കാർസിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിത് ലൈഫ് ടൈം ബ്ലോഗായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും നമ്മളെല്ലാം കൂടിയിട്ട് ഒരു ബ്ലോഗിൽ ഇടാന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ താങ്ക് യു.